നിങ്ങൾ വുളു എടുക്കുമ്പോ വുളുഇന്റെ മുമ്പ് നിങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. എന്തേ അതിന്റെ ഫലമെന്നറിയോ? ബിസ്മി ചൊല്ലിക്കൊണ്ട് ഒരാൾ വുളു എടുക്കുമ്പോ ബിസ്മി ചൊല്ലാതെ ഒരാൾ വുളു എടുക്കുകയാണെങ്കിൽ കഴുകപ്പെടുന്ന അവയവങ്ങളിലുണ്ടായ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. ആ സ്ഥാനത്തോ നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടാണോ ഈ വുളു എടുക്കുന്നതെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരും. ഇതാണ് ബിസ്മിയുടെ ഫള്. പോരാ, നിങ്ങൾ ഒരു തവണ തല തടവുന്ന സമയത്ത് ഒരൊറ്റ തവണ തോണ്ടിയാൽ തന്നെ ഫർള് വേണം. ആ സ്ഥാനത്ത് തലയുടെ മുകളിലേക്ക് കൈവച്ചിട്ട് അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാൽ 40 തവണ വുളു എടുത്ത പ്രതിഫലം ലഭിക്കുകയാണ്. ഇങ്ങനെ എത്ര സുന്നത്തുകളാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്നിട്ട് പിന്നെ കശ്ഫിലൂടെ കിട്ടിയ തൊള്ളി കൊള്ളാത്ത ചില ദിക്റുകൾ ആരോ പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോയി സമയം കളയണ്ട. നമുക്ക് സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിക്കാലോ, ദിക്റുകൾ ധാരാളം ചൊല്ലാലോ, അല്ലാതെ പതിവാക്കാലോ, കിടക്കുന്നതിന് മുമ്പ് ചൊല്ലാൻ പറഞ്ഞ ദിക്റുകൾ ഒന്ന് ചൊല്ലാലോ, ആയത്തുൽ കുർസി നമുക്ക് ഓതാലോ, ആമനർ റസൂൽ ഓതാലോ, സൂറത്ത് യാസീനും സൂറത്ത് ദുഹാനും സൂറത്തുൽ വാഖിയും സൂറത്ത് തബാറകയും ഇതൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആനിലുള്ള തിരുവചനങ്ങളല്ലയോ. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഓൺലൈനിൽ ഒരു മജ്ലിസ്, ഓൺലൈനിൽ ഒരു തങ്ങള്, ഓൺലൈനിലൊരു വലിയ ആ പെണ്ണ് സുബ്ഹാനല്ലാഹ് ആ തങ്ങളെ മുന്നിൽ വന്ന് സുബ്ഹാനല്ലാഹ് അതിരാവിലെ തുടങ്ങും മജ്ലിസിൽ പങ്കെടുക്കാൻ. ഓ എൻ്റെ പൊന്നുമ്മ, വീട്ടിൽ ഖുർആൻ ഇല്ലയോ? ആ ഖുർആൻ എന്നെടുത്തിട്ടൊന്ന് ഓതിക്കൂടയോ? ഇവിടെ ധാരാളം ഏടുകൾ പഴയ കാലങ്ങളിലെ നമ്മളിലേക്ക് നൽകപ്പെട്ട ഏടുകളുണ്ട്. അത് ചൊല്ലാലോ. എന്നിട്ട് ഏതെങ്കിലും ഒരു തങ്ങളുടെയോ ഏതെങ്കിലും ഒരു മുസ്ലിയാരുടെയോ മജ്ലിസും കാത്തിരുന്ന സമയം കളയണ്ട. അങ്ങനത്തെ ഒരു മജ്ലിസിൽ നേരിട്ട് ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരു ഫള് ഒരു കാലത്തും കിട്ടൂല കേട്ടോ. അല്ലാഹു തആല നമ്മുടെ സമുദായത്തിന് കാവല് തരട്ടെ. സ്വന്തം ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ, ചൂടാക്കി കൊടുക്കാൻ, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കാൻ സുബ്ഹാനല്ലാഹ് ഓങ്കളെ ഗ്ലാസിന്റെ പേരിൽ ആ പെണ്ണിന് സാധിക്കൂലെങ്കിൽ നന്ദി കെട്ട പെണ്ണായിട്ട് മാറും. നമ്മുടെ മക്കളെ വൃത്തിയാക്കേണ്ടത് നമ്മളാണ്. ആ മക്കളെ മദ്രസയിലേക്ക് കൊണ്ടുപോകുമ്പോ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ലപോലെ കൊണ്ടുപോകേണ്ടവർ നമ്മളാണ്. അതിനൊന്നും സമയം കാണാറ് തങ്ങളെ മജ്ലിസ് രാവിലെ തുടങ്ങും, ഉച്ചയായ വേറെ ഒരു മജ്ലിസ് തുടങ്ങും, മഗ്രിബായ സുബ്ഹാനല്ലാഹ് കൊല്ലങ്ങളോളായിട്ട് ഒരു മജ്ലിസ് ഉണ്ടായി പങ്കെടുക്കണോ? മക്കളെ നോക്കാൻ നമുക്ക് സമയമില്ല, മക്കളെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല. ഇങ്ങനെ നമ്മൾ അധപ്പതിച്ചു പോകാൻ പാടില്ല. പഴയ കാലത്ത് നമ്മളിലേക്ക് നൽകപ്പെട്ട മുസ്തഖീമായ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. അവസാനം ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിന് നീ ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഇതുവരെ വന്നിരുന്നതും ഇതുവരെ പറഞ്ഞതും ഇതുവരെ കേട്ടതും ഞങ്ങൾ ചൊല്ലിയതുമായ സകല അദ്കാറുകളും സകല സ്വലവാത്തുകളും നിന്നെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കാണ് റബ്ബേ. ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്ന പാപികളാണ് ഞങ്ങൾ. ഒന്നരായി ഉസ്താദിന്റെ നഗരില് അവിടെ അനുസ്മരിച്ചുകൊണ്ട് 19 കൊല്ലത്തോളം ഞങ്ങളെ നാട്ടിൽ ദീനിന്റെ പ്രഭ പരത്തിയ ഒന്നരായ ശൈഖുനയെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുക, ഞങ്ങളെ ഒന്ന് കബൂലാക്കി കൂടെ അല്ലാഹ്. താഹ കൽബി മുദ്അതൈതു വദിയന്ന കഫമാ തബഅൻ വീദാദി തോഹ തലിയല്ലി തലിത ലാ ഇലാഹ